നമ്മളെല്ലാവരും സ്റ്റോക്ക് മാർക്കറ്റ് ഇൻവെസ്റ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മളെല്ലാവരും മ്യൂച്വൽ ഫണ്ടിലായിരിക്കും മിക്കവാറുമായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ നമ്മൾ ഒരു മ്യൂച്വൽ ഫണ്ട് ഹൗസിലോ അല്ലെങ്കിൽ നമ്മളൊരു ബാങ്കിലോ എവിടെയെങ്കിലും നമ്മളൊരു ഇൻവെസ്റ്റ്മെന്റിന് ചെന്ന് കഴിയുമ്പോൾ മ്യൂച്വൽ ഫണ്ടിന്റെ പേരുകൾ കാണുമ്പോൾ നെയിംസിൽ പല തരത്തിലുള്ള വേർഡ്സുകൾ കാണും. ലാർജ് ക്യാപ്, മിഡ് ക്യാപ്, സ്മോൾ ക്യാപ്, ഫ്ലെക്സി ക്യാപ് അല്ലെങ്കിൽ ഡിവിഡൻഡ് ഇൻകം, അങ്ങനെയുള്ള പല വേർഡ്സ് കാണും അല്ലെ. നമ്മൾ ഈ വേർഡ്സ് എല്ലാം കണ്ടു കഴിയുമ്പോൾ തന്നെ നമുക്കൊരു കൺഫ്യൂഷൻ ആവും, ഇതൊക്കെ എന്താണ് ശരിക്കും, ഏത് ഒരു ഇൻവെസ്റ്റ്മെന്റിലാണ് നമ്മൾ സത്യത്തിൽ ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്, എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് എന്നുള്ളത്. ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ അത് തന്നെയാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമുക്കിനി ഓരോ മ്യൂച്വൽ ഫണ്ട്സിന്റെ നെയിംസ് കാണുമ്പോഴും നമുക്ക് കൺഫ്യൂസ്ഡ് ആവേണ്ട ആവശ്യമില്ല. നമുക്കപ്പോൾ ഇതെല്ലാം അറിഞ്ഞിരിക്കാം. പിന്നെ നമ്മളെപ്പോലുള്ള റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സ് ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം നമ്മൾ മ്യൂച്വൽ ഫണ്ട്സിൽ നോക്കിയിരിക്കണം. അത് ഞാൻ ഈ വീഡിയോയുടെ ലാസ്റ്റ് ഞാൻ പറഞ്ഞു തരാം. സോ വെൽക്കം ബാക്ക് ടു ദ ചാനൽ ഗൈസ്, ലെറ്റ്സ് സ്റ്റാർട്ട്. ഒരു മ്യൂച്വൽ ഫണ്ടിന്റെ നെയിം കണ്ടാൽ തന്നെ നമുക്ക് പല കാര്യങ്ങളും അതിൽ നിന്ന് നമുക്ക് മനസ്സിലാവും. ആദ്യം തന്നെ നമ്മളൊരു മ്യൂച്വൽ ഫണ്ടിന്റെ നെയിം കാണുമ്പോൾ അതിൽ ആദ്യത്തെ വേർഡ് അല്ലെങ്കിൽ ആദ്യത്തെ ഒരു സെക്ഷൻ എന്ന് പറയുന്നത് ആ കമ്പനിയുടെ തന്നെ പേരായിരിക്കും. ആ മ്യൂച്വൽ ഫണ്ട് പ്രൊവൈഡ് ചെയ്യുന്ന ആ കമ്പനിയുടെ തന്നെ പേരായിരിക്കും. ഇപ്പോൾ നമുക്ക് കാണാം HDFC കാണാം, ടാറ്റ കാണാം, SBI കാണാം, DSP കാണാം, അങ്ങനെ പല അസറ്റ് മാനേജ്മെന്റ് കമ്പനീസിന്റെ പേരായിരിക്കും ആദ്യം തന്നെ കാണുന്നത്. അത് കഴിഞ്ഞ് നമ്മൾ എപ്പോഴും കാണുന്നത്, നമ്മൾ ആ കമ്പനിയുടെ പേര് കണ്ടു കഴിഞ്ഞ് അതിനുശേഷം നമ്മൾ എപ്പോഴും കാണുന്നത് ആ ഒരു മ്യൂച്വൽ ഫണ്ടിന്റെ ഒരു കോർ തീം എന്താണ്, ആ ഒരു കാര്യത്തിനെ സജസ്റ്റ് ചെയ്യുന്ന ഒരു എന്തെങ്കിലും ഒരു പർട്ടിക്കുലർ വേർഡ് ആയിരിക്കും നമ്മൾ കാണുന്നത്. അതിൽ ആദ്യം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇക്വിറ്റി എന്നാണ്. സോ ഇക്വിറ്റി എന്ന് നമ്മൾ കാണുമ്പോൾ അപ്പോൾ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ഫണ്ട് ഇക്വിറ്റി മാർക്കറ്റിലേക്കാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അതായത് കമ്പനിയുടെ സ്റ്റോക്സ്, അതായത് ഓരോ കമ്പനിയുടെ ഷെയർസിലേക്കാണ് ആ ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അത് ഫുള്ളി ഇക്വിറ്റി മാർക്കറ്റ്സിലേക്കായിരിക്കും ചിലപ്പോൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ പാർഷ്യലി ആയിരിക്കും ഈ ഇക്വിറ്റി മാർക്കറ്റ്സിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. ഇതിൽ തന്നെ നമുക്ക് കാണാം ചില നെയിംസിൽ ലാർജ് ക്യാപ്, മിഡ് ക്യാപ്, സ്മോൾ ക്യാപ്, മൾട്ടി ക്യാപ്, ഫ്ലെക്സി ക്യാപ് എന്നൊക്കെ. അപ്പോൾ ഇതിന്റെ എല്ലാം വ്യത്യാസം നമുക്ക് മനസ്സിലാക്കാം. ഈ ഓരോ മ്യൂച്വൽ ഫണ്ടും ഇൻവെസ്റ്റ് ചെയ്യുന്ന കമ്പനിയുടെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ വെച്ചിട്ടുള്ള ഓരോ കാറ്റഗറീസ് ആണ് ലാർജ് ക്യാപ്, മിഡ് ക്യാപ്, സ്മോൾ ക്യാപ് എന്ന് പറയുന്നത്. ഇപ്പോൾ ലാർജ് ക്യാപ് കമ്പനി എന്ന് പറയുന്നത് ആ കമ്പനിയുടെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ അല്ലെങ്കിൽ ആ കമ്പനിയുടെ ടോട്ടൽ വാല്യുവേഷൻ എന്ന് പറയുന്നത് 20,000 crores മേളിലാണെങ്കിൽ ആ കമ്പനീനെ ലാർജ് ക്യാപ് എന്നുള്ള കാറ്റഗറൈസേഷനിലാണ്. അതേപോലെ 5,000 to 20,000 crores മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ ഉള്ള കമ്പനീസിനെ മിഡ് ക്യാപ് കമ്പനീസ് എന്നുള്ള കാറ്റഗറൈസേഷനിലാണ് വരുന്നത്. അതേപോലെ 5,000 crores താഴെയാണെങ്കിൽ സ്മോൾ ക്യാപ് കമ്പനീസ് എന്നുള്ള കാറ്റഗറൈസേഷനിലാണ് വരുന്നത്. സോ അപ്പോൾ ഓരോ മ്യൂച്വൽ ഫണ്ടിന്റെ നെയിമിലും ഇപ്പം ലാർജ് ക്യാപ്, മിഡ് ക്യാപ് എന്ന് കൊടുത്തിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ സ്മോൾ ക്യാപ് എന്ന് കൊടുത്തിട്ടുണ്ടെങ്കിൽ അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാം ആ ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നത് ആ പർട്ടിക്കുലർ ആ കാറ്റഗറിയിലുള്ള കമ്പനീസിലേക്കായിരിക്കും ഇൻവെസ്റ്റ് ചെയ്യുന്നത്. ഇപ്പോൾ ഇതിൽ തന്നെ ഇപ്പം നമ്മൾ കണ്ടിട്ടുണ്ടാവും ബ്ലൂ ചിപ്പ് കമ്പനീസ് എന്ന്. അപ്പം ബ്ലൂ ചിപ്പ് എന്ന് പറയുന്നത് നമ്മൾ ലാർജ് ക്യാപ്പിനെ ഡിനോട്ട് ചെയ്യുന്ന ഒരു വേർഡ് തന്നെയാണ് ബ്ലൂ ചിപ്പ് കമ്പനീസ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു മ്യൂച്വൽ ഫണ്ടിന്റെ പേരിൽ ബ്ലൂ ചിപ്പ് എന്ന് കാണുമ്പോൾ നമുക്ക് ഉടനെ മനസ്സിലാക്കാം അത് ലാർജ് ക്യാപ് കമ്പനീസ്, അതായത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിപ്പമുള്ള കമ്പനീസിലേക്കാണ് ഈ ഫണ്ട്, ആ പർട്ടിക്കുലർ ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നത് എന്ന്. ഇനിയുള്ളത് നമ്മൾ മൾട്ടി ക്യാപ് അല്ലെങ്കിൽ ഫ്ലെക്സി ക്യാപ് എന്നുള്ള ഒരു വാക്ക് നമ്മൾ ആ നെയിമിൽ കാണുകയാണെങ്കിൽ, ഇപ്പോൾ ഇത് രണ്ടും ഏകദേശം സിമിലർ ആയിട്ടുള്ള ഫണ്ട്സ് ആണ്. അതായത് മൾട്ടി ക്യാപ് അല്ലെങ്കിൽ ഫ്ലെക്സി ക്യാപ് എന്ന് പറയുമ്പോൾ ഈ നമ്മൾ നേരത്തെ പറഞ്ഞ ലാർജ് ക്യാപ്, മിഡ് ക്യാപ്, സ്മോൾ ക്യാപ് എന്നുള്ള മൾട്ടിപ്പിൾ സെക്ടേഴ്സിലേക്കായിരിക്കും ആ ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അതായത് ഒരു സെക്ടറിൽ മാത്രമായിരിക്കില്ല, എന്നാൽ പല സെക്ടേഴ്സിലേക്കും ഉള്ള ഇൻവെസ്റ്റ്മെന്റ് പോകുന്ന ഒരു ഫണ്ടാണ് മൾട്ടി ക്യാപ് അല്ലെങ്കിൽ ഫ്ലെക്സി ക്യാപ് എന്ന് പറയുന്നത്. ഇതിൽ തന്നെ മൾട്ടി ക്യാപ് ആണെങ്കിൽ അതിൽ 25% മസ്റ്റായിട്ട് മിനിമം മിഡ് ക്യാപ്പിലും 25% സ്മോൾ ക്യാപ്പിൽ ഇൻവെസ്റ്റ് ചെയ്തിരിക്കണം എന്നാണ്. ഫ്ലെക്സി ക്യാപ്പിന് അതുപോലൊരു റെസ്ട്രിക്ഷൻ ഇല്ല. അതുകൊണ്ട് തന്നെ ഒരു ബുൾ മാർക്കറ്റിൽ മൾട്ടി ക്യാപ് ഫണ്ട്സും എന്നാൽ ഒരു ബെയർ മാർക്കറ്റിലാണെങ്കിൽ ഫ്ലെക്സി ക്യാപ് ഫണ്ട്സുമായിരിക്കും റിലേറ്റീവ്ലി കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് പെർഫോം ചെയ്യാനായിട്ടുള്ള ചാൻസ് ഉള്ളത്. കാരണം മൾട്ടി ക്യാപ്പിൽ നമുക്ക് ആ മിഡ് ക്യാപ്പിലേക്കും സ്മോൾ ക്യാപ്പിലേക്കും 50% എന്തായാലും ഇൻവെസ്റ്റ് ചെയ്തിരിക്കണം. എന്നാൽ ഫ്ലെക്സി ക്യാപ്പിൽ ആ ഒരു റെസ്ട്രിക്ഷൻ ഇല്ല. ഇനി ഫോക്കസ്ഡ് ഇക്വിറ്റി എന്നുള്ളൊരു വാക്ക് നമ്മൾ ഒരു മ്യൂച്വൽ ഫണ്ടിന്റെ നെയിമിൽ കാണുകയാണെങ്കിൽ അതിൻ്റെ അർത്ഥം ആ ഫണ്ട് വളരെ ഫോക്കസ്ഡ് ആയിട്ട് ഒരു പർട്ടിക്കുലർ സെക്ടറിൽ ആയിരിക്കും ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അതേപോലെ തന്നെ ബാക്കിയുള്ള ഫണ്ട്സ് വെച്ച് നോക്കുമ്പോൾ ഡൈവേഴ്സിഫിക്കേഷൻ കുറച്ച് കുറവായിരിക്കും. അതായത് ഒരു ഫോക്കസ്ഡ് ഇക്വിറ്റി ഫണ്ടിലാണെങ്കിൽ ഒരു മാക്സിമം ഒരു 30 കമ്പനീസിലേക്കായിരിക്കും ആ ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. എന്നാൽ നേരെ മറിച്ച് വേറൊരു ലാർജ് ക്യാപ്, മിഡ് ക്യാപ് ഏതെങ്കിലും ഫണ്ട് ആണെങ്കിൽ
അതൊരു 50 to 70 കമ്പനീസിലേക്കായിരിക്കും ഇൻവെസ്റ്റ്. അപ്പോൾ ആ പേര് സജസ്റ്റ് ചെയ്യുന്ന പോലെ വളരെ ഫോക്കസ്ഡ് ആയിട്ടുള്ള ഒരു ഇൻവെസ്റ്റ്മെന്റ് രീതിയാണ് ഫോക്കസ്ഡ് ഇക്വിറ്റി ഫണ്ട്സിനുള്ളത്. സോ ഇതിൽ തന്നെ ഇപ്പോൾ ഒരു ബുൾ മാർക്കറ്റ് ആണെങ്കിൽ ഫോക്കസ്ഡ് ഇക്വിറ്റി ഫണ്ട്സിന് കൂടുതൽ പെർഫോം ചെയ്യാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. അതേപോലെ ബെയർ മാർക്കറ്റിലാണെങ്കിൽ കുറവ് പെർഫോം ചെയ്യാനായിട്ടുള്ള ചാൻസും ഉണ്ട്. കാരണം ആ ഡൈവേഴ്സിഫിക്കേഷൻ കുറവായതുകൊണ്ട്. ഇപ്പം നമ്മൾ ലിമിറ്റഡ് സ്റ്റോക്സിലേക്ക് മാത്രം ഫോക്കസ്ഡ് ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നത് കൊണ്ട് ഡൈവേഴ്സിഫിക്കേഷൻ റിലേറ്റീവ്ലി കുറവാണ്. അതുകൊണ്ട് തന്നെ ബുൾ മാർക്കറ്റ്സിൽ കൂടുതൽ പെർഫോം ചെയ്യാനും ബെയർ മാർക്കറ്റ്സിൽ കുറവ് പെർഫോം ചെയ്യാനായിട്ടുള്ള ചാൻസ് ഫോക്കസ്ഡ് ഇക്വിറ്റി ഫണ്ടിനുണ്ട്. അടുത്തതായി ഫണ്ടിന്റെ നെയിമിൽ, ഒരു മ്യൂച്വൽ ഫണ്ടിന്റെ നെയിമിൽ ടാക്സ് സേവിംഗ് അല്ലെങ്കിൽ ടാക്സ് സേവർ എന്ന് കണ്ടാൽ അതിന്റെ അർത്ഥം അതൊരു ELSS ആണ്, അതായത് ഇക്വിറ്റി ലിങ്ക്ഡ് സേവിംഗ് സ്കീം. അതായത് നമുക്ക് ഇൻകം ടാക്സിലെ 80C എന്നുള്ള ടാക്സ് ഡിഡക്ഷൻ ബെനിഫിറ്റ് എടുക്കാൻ വേണ്ടിയിട്ടുള്ള മ്യൂച്വൽ ഫണ്ടുകളാണ് ടാക്സ് സേവർ അല്ലെങ്കിൽ ടാക്സ് സേവിംഗ് ഫണ്ട് എന്ന് പറയുന്നത്. ഇപ്പോൾ 80Cയിൽ നമുക്ക് ഇൻകം ടാക്സിൽ 1.5 lakhs വരെ നമ്മുടെ ഇൻകം കുറയ്ക്കാനായിട്ട് ഡിഡക്റ്റ് ചെയ്യാനായിട്ട് ഈ ഫണ്ട്സ് യൂസ് ചെയ്ത് നമുക്ക് പറ്റും. ഇതിലൊരു 3 yearsന്റെ ആണ് ലോക്ക് ഇൻ പീരീഡ് ഉണ്ടാകുന്നത്. അപ്പോൾ 3 yearsന് മുമ്പ് നമുക്കത് വിഡ്രോ ചെയ്യാനായിട്ട് പറ്റില്ല. ഫണ്ടിൽ നമ്മൾ ഇട്ട് കഴിഞ്ഞ് 3 yearsന് ശേഷം മാത്രമാണ് നമുക്ക് ആ ഫണ്ടും അതിന്റെ റിട്ടേൺസ് നമുക്ക് വിഡ്രോ ചെയ്യാനായിട്ട് പറ്റുന്നത്. ഇനി നമ്മൾ ആ ഒരു ഫണ്ടിന്റെ നെയിമിൽ ഇൻഡെക്സ് എന്ന് കാണുകയാണെങ്കിൽ അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കണം ഇതൊരു ഇൻഡെക്സിനെ ട്രാക്ക് ചെയ്യുന്ന ഫണ്ടാണ്. അതായത് നമ്മുടെ ഇൻഡെക്സ് നമുക്കറിയാം സെൻസെക്സ് ഒരു ഇൻഡെക്സ് ആണ്, അതേപോലെ നിഫ്റ്റി 50 ഒരു ഇൻഡെക്സ് ആണ്, ബാങ്ക് നിഫ്റ്റി ഒരു ഇൻഡെക്സ് ആണ്. അപ്പം ഈ ഒരു ഇൻഡെക്സിനെ ട്രാക്ക് ചെയ്യുന്ന രീതിയിലുള്ള ഫണ്ട്സ് ആണ് നമ്മളൊരു ഇൻഡെക്സ് ഫണ്ട് എന്ന് പറയുന്ന ഒരു വേർഡ് നമ്മൾ ആ ഒരു ഫണ്ടിൽ കാണുകയാണെങ്കിൽ. ഞാൻ പേഴ്സണലി ഒരു ഇൻഡെക്സ് ഫണ്ട്സിന്റെ ഒരു ഫാനാണ് ബിക്കോസ് ഓഫ് ലോ എക്സ്പെൻസ് റേഷ്യോ. അപ്പൊ ഇൻഡെക്സ് ഫണ്ട് ആക്റ്റീവ്ലി മാനേജ്ഡ് അല്ലാത്തത് കൊണ്ട് തന്നെ ഇതിൽ എക്സ്പെൻസ് റേഷ്യോ വളരെ കുറവായിരിക്കും. അത് നമ്മുടെ ലോങ് ടേം നമ്മുടെ ഗെയിനിനെ വളരെയധികം നമ്മളെ ഹെൽപ്പ് ചെയ്യും. അതിനെപ്പറ്റിയുള്ള ഒത്തിരി ഡീറ്റെയിൽസിലേക്ക് ഞാൻ ഇപ്പോൾ പോകുന്നില്ല. അത് നമുക്ക് ഫ്യൂച്ചർ ഒരു വീഡിയോയിൽ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് അതിനെപ്പറ്റി ഡിസ്കസ് ചെയ്യാം. ഇനി നമ്മൾ ആ ഒരു ഫണ്ടിന്റെ നെയിമിൽ ഒരു ഡിജിറ്റൽ അല്ലെങ്കിൽ IT അല്ലെങ്കിൽ ബാങ്കിങ് എന്നൊക്കെയുള്ള വാക്കുകൾ വേർഡ്സ് കാണുകയാണെങ്കിൽ അതിന്റെ അർത്ഥം അതൊരു സെക്ടോറൽ ഫണ്ട് ആയിരിക്കണം. അതായത് ഇപ്പോൾ നമ്മളൊരു IT കമ്പനീസിൽ ഇപ്പോൾ നമ്മൾ ഡിജിറ്റൽ ടെക്നോളജി കമ്പനി, ഇപ്പോൾ നമ്മൾ ICIC പ്രൊഡൻഷ്യൽ ടെക്നോളജി ഫണ്ട് എന്ന് കാണുകയാണെങ്കിൽ അതിന്റെ അർത്ഥം ആ ഒരു IT സെക്ടറിലേക്കായിരിക്കും കൂടുതൽ ഇൻവെസ്റ്റ്മെന്റ്സ് പോകുന്നത്. അപ്പോൾ നമ്മളിപ്പം ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ തന്നെ പേഴ്സണലി ബിലീവ് ചെയ്യുകയാണ്, ഓക്കെ ഈ ഒരു സെക്ടർ ഈ ഒരു നെക്സ്റ്റ് ഒരു 5 yearsലേക്ക് പെർഫോം ചെയ്യും അല്ലെങ്കിൽ 10 yearsലേക്ക് പെർഫോം ചെയ്യുമെങ്കിൽ ഇങ്ങനെയുള്ള സെക്ടോറൽ ഫണ്ട്സ് നമുക്ക് ഓപ്റ്റ് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ നമുക്കുള്ളത് ബോണ്ട് ഫണ്ട്സ് ആണ്. ഇപ്പം നമ്മൾ നെയിമിൽ ബോണ്ട് എന്നുള്ളൊരു വാക്ക് കാണുകയാണെങ്കിൽ അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാം ഇത് ഇക്വിറ്റി റിലേറ്റഡ് ആയിട്ടുള്ള ഫണ്ട്സ് അല്ല, അതായത് ഇക്വിറ്റി മാർക്കറ്റ്സിലേക്കല്ല ഈ ഒരു ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നത്, ഇത് ബോണ്ട് മാർക്കറ്റിലേക്കാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ബോണ്ട് മാർക്കറ്റിൽ നമുക്ക് ഇൻട്രസ്റ്റ് ബേസ്ഡ് ആയിട്ടാണ് ഇത് വർക്ക് ചെയ്യുന്നത്. അപ്പം ബോണ്ട്സിന്റെ പുതിയ ബോണ്ട്സ് വരുന്നതനുസരിച്ച് ഈ ബോണ്ട്സിന് സെക്കൻഡറി മാർക്കറ്റിൽ പ്രൈസസ് ഹയർ ആവും ലോവർ ആവും. അതനുസരിച്ച് ഫണ്ട് മാനേജർ ബൈയും സെല്ലും ചെയ്യും. അതുപോലെ ആ റിട്ടേൺസ് നമ്മൾ ഇൻവെസ്റ്റേഴ്സിലേക്ക് പാസ് ഓൺ ചെയ്യുകയും ചെയ്യും. അപ്പോൾ ബോണ്ട് മാർക്കറ്റ്സിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്ന ഫണ്ട്സിലാണ് ബോണ്ട് ഫണ്ട് എന്ന് പറയുന്നത്. ഇനി നമ്മൾ ആ ഒരു ഫണ്ടിന്റെ നെയിമിൽ ഹൈബ്രിഡ് അല്ലെങ്കിൽ ബാലൻസ്ഡ് എന്ന് കാണുകയാണെങ്കിൽ അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാം ഇത് പാർഷ്യലി ഇക്വിറ്റിയും പാർഷ്യലി ഡെപ്റ്റ് മാർക്കറ്റ്, അതായത് ബോണ്ട് മാർക്കറ്റ് അല്ലെങ്കിൽ ഡെറ്റ് മാർക്കറ്റിലേക്കുള്ള ഒരു ഇൻവെസ്റ്റ്മെന്റ് നടത്തുന്ന ഒരു ഫണ്ടാണ് ഹൈബ്രിഡ് അല്ലെങ്കിൽ ബാലൻസ്ഡ് ഫണ്ട് എന്ന് പറയുന്നത്. ഇതിൽ തന്നെ ബാലൻസ്ഡ് ഫണ്ട് ആണെങ്കിൽ ഇക്വിറ്റി മാർക്കറ്റ്സിലേക്ക് കൂടുതൽ ഒരു അലൊക്കേഷൻ കൊടുക്കാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. അത് ഓരോ ഫണ്ടും അനുസരിച്ചാണ്. ഒരു എക്സാക്ട് അലൊക്കേഷൻ എന്ന് പറയുന്നത് ഓരോ ഫണ്ടിനെയും ഡിപ്പെൻഡ് ചെയ്തിട്ടാണ്. പക്ഷേ എന്നാൽ തന്നെ നമുക്കറിയാം ഒരു ബാലൻസ്ഡ് ഫണ്ട് ആണെങ്കിൽ കൂടുതൽ ഒരു പെർസെൻറ്റേജ് അലൊക്കേഷൻ ഇക്വിറ്റി മാർക്കറ്റ്സിലേക്കായിരിക്കും കൊടുക്കുന്നത് റാദർ ദാൻ ബോണ്ട് മാർക്കറ്റ്സ്. ഇനി നമ്മൾ ആ ഫണ്ടിന്റെ നെയിമിൽ ഷോർട്ട് ടേം ഫണ്ട് അല്ലെങ്കിൽ ലിക്വിഡ് ഫണ്ട് എന്ന് കാണുകയാണ്. അപ്പോൾ തന്നെ നമുക്ക് ഇത് രണ്ടും വളരെ ഷോർട്ട് ടേമിലേക്ക് വേണ്ടിയിട്ടുള്ള ഫണ്ടാണ്. നമ്മൾ ലോങ് ടേമിലേക്ക് ഒരു ഇൻവെസ്റ്റ്മെന്റ് അല്ല ഉദ്ദേശിക്കുന്നതെങ്കിൽ നമുക്ക് ഈ ഒരു 2 ഫണ്ട്സിലായിട്ട് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് പറ്റും. ഈ 2 ഫണ്ടിലും ഇൻവെസ്റ്റ്മെന്റ്സ് കൂടുതൽ പോകുന്നത് ട്രഷറി ബിൽസ്, കൊമേഴ്ഷ്യൽ പേപ്പേഴ്സ്, സർട്ടിഫിക്കറ്റ് ഓഫ് ഡിപ്പോസിറ്റ്സ് അങ്ങനെയുള്ള മണി മാർക്കറ്റ് ഇൻസ്ട്രുമെന്റ്സിലേക്കാണ് ഇൻവെസ്റ്റ്മെന്റ്സ് പോകുന്നത്. ഇതിൽ തന്നെ ഷോർട്ട് ടേം ഫണ്ട്സ് ആണെങ്കിൽ ഒരു 3 months to 6 months മെച്യൂരിറ്റി ഉള്ള ഇൻസ്ട്രുമെന്റ്സിലേക്കായിരിക്കും ഇൻവെസ്റ്റ്മെന്റ് പോകുന്നത്. അതേപോലെ തന്നെ ലിക്വിഡ് ഫണ്ട് ആണെങ്കിൽ ഒരു 91 daysനുള്ളിൽ തന്നെ മെച്യൂരിറ്റി ഉള്ള
മണി മാർക്കറ്റ് ഇൻസ്ട്രുമെന്റ്സ്. മണി മാർക്കറ്റ് ഇൻസ്ട്രുമെന്റ്സ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ട്രഷറി ബിൽസ് ഉണ്ട്, സർട്ടിഫിക്കറ്റ് ഓഫ് ഡിപ്പോസിറ്റ്സ് ഉണ്ട്, കൊമേഴ്ഷ്യൽ പേപ്പേഴ്സ് ഉണ്ട്. ഈ തരത്തിലുള്ള ഇൻസ്ട്രുമെന്റ്സിലേക്കായിരിക്കും 91 ഡേയ്സിനുള്ളിൽ തന്നെ മെച്യൂരിറ്റി ഉള്ള ഈ തരത്തിലുള്ള ഇൻസ്ട്രുമെന്റ്സിലേക്കാണ് ലിക്വിഡ് ഫണ്ടിലെ ഇൻവെസ്റ്റ്മെന്റ്സ് പോകുന്നത്. അതുകൊണ്ട് തന്നെ ലിക്വിഡ് ഫണ്ടിനാണ് കൂടുതൽ ലിക്വിഡിറ്റി ഉള്ളത്. നമുക്കൊരു 30 ഡേയ്സിലേക്ക് മാത്രമാണ് നമുക്ക് നമ്മുടെ ഫണ്ട് പാർക്ക് ചെയ്യേണ്ടെങ്കിൽ നമുക്ക് ലിക്വിഡ് ഫണ്ട്സിലേക്ക് നമുക്ക് പാർക്ക് ചെയ്യാം. അതേപോലെ തന്നെ നമുക്ക് വിഡ്രോ ചെയ്യാനൊക്കെ വളരെ ഈസിയാണ്. വളരെ ലിക്വിഡിറ്റി കൂടുതലുള്ള ഫണ്ട്സ് ആണ് ലിക്വിഡ് ഫണ്ട്സ് എന്ന് പറയുന്നത്. നമ്മൾ ഫണ്ടിന്റെ നെയിമിൽ ഇനി ഡിവിഡൻഡ് അല്ലെങ്കിൽ ഇൻകം എന്ന് കാണുവാണെങ്കിൽ അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാം ഇത് നമുക്കൊരു മന്ത്ലി അല്ലെങ്കിൽ ഒരു ക്വാർട്ടർലി നമുക്കൊരു ഇൻകം, നമുക്കൊരു ഫിക്സ്ഡ് ആയിട്ടുള്ള ഒരു ഇൻകം ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഫണ്ട്സ് ആണ് ഡിവിഡൻഡ് അല്ലെങ്കിൽ ഇൻകം ഫണ്ട്സ് എന്ന് പറയുമ്പോൾ. അപ്പോൾ ഇതിൽ തന്നെ ഇൻകം ഫണ്ട്സ് ആണെങ്കിൽ നമുക്കൊരു ലോങ് ടേമിലേക്കുള്ള ബോൺസിലേക്കായിരിക്കും ഇൻവെസ്റ്റ്മെന്റ് പോകുന്നത്. അപ്പം ബോൺസിൽ നിന്നുള്ള ഇൻട്രസ്റ്റ് ആയിരിക്കും നമുക്ക് കൂടുതലും നമുക്കൊരു ഇൻകം ആയിട്ട് നമുക്ക് കിട്ടുന്നത്, നമുക്ക് ഇൻവെസ്റ്റേഴ്സിന് റിട്ടേൺ ആയിട്ട് കിട്ടുന്നത്. അതേപോലെ ഒരു ഡിവിഡൻഡ് ഫണ്ട് ആണെങ്കിൽ ഹൈ ഡിവിഡൻഡ് ഈൽഡ് ഉള്ള, ഡിവിഡൻഡ് പേ ഔട്ട്സ് ഉള്ള ഓരോ കമ്പനിയുടെ സ്റ്റോക്സിലേക്കായിരിക്കും ഡിവിഡൻഡ് ഫണ്ട്സിൽ ഇൻവെസ്റ്റ്മെന്റ് പോകുന്നത്. നമ്മൾ ഇനി ഒരു ഫണ്ടിന്റെ നെയിമിൽ US, ചൈന അല്ലെങ്കിൽ ഗ്ലോബൽ എന്നൊക്കെയുള്ള വാക്കുകൾ കാണുവാണെങ്കിൽ അതിന്റെ അർത്ഥം ആ ഫണ്ടിന്റെ ഇൻവെസ്റ്റ്മെന്റ്സ് കൂടുതലും പോകുന്നത് ഇന്ത്യയിലല്ല, ഇന്ത്യക്ക് പുറത്തുള്ള രാജ്യങ്ങളിലേക്ക് ആണ് എന്നാണ്. ഇപ്പൊ US എന്ന് പറയുന്നത് ആ പർട്ടിക്കുലർ US-ലെ ഫണ്ട്സ് ആയിരിക്കും. ഇപ്പൊ S&P 500 പോലുള്ള ഇൻഡെക്സ് ഫണ്ട്സിലേക്കായിരിക്കും ചിലപ്പോൾ അതിലെ ഇൻവെസ്റ്റ്മെന്റ് പോകുന്നത്. ഇപ്പോൾ ചൈന അല്ലെങ്കിൽ വേറെ രാജ്യങ്ങളുടെ പേര് അല്ലെങ്കിൽ ഗ്ലോബൽ, ഇന്റർനാഷണൽ എന്നൊക്കെ കാണുമ്പോൾ നമുക്ക് അപ്പൊ തന്നെ മനസ്സിലാക്കാം അത് പുറത്തുള്ള, ഇന്ത്യക്ക് പുറത്തുള്ള രാജ്യങ്ങളിലേക്കുള്ള ഇപ്പം ഇക്വിറ്റിയിലേക്കായിരിക്കും കൂടുതലും ആ ഒരു ഫണ്ട്സ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. ഇനി നമ്മൾ പേര് വായിച്ചു വരുമ്പോൾ ഇപ്പോൾ ഇങ്ങനെ ആയിരിക്കും. ഇപ്പോൾ ഒരു കമ്പനിയുടെ പേരായിരിക്കും ആദ്യം കാണുന്നത്. ലെറ്റ്സ് സേ നിപ്പോൺ ഇന്ത്യ ഇന്റർനാഷണൽ FOF എന്ന് കാണുകയാണെങ്കിൽ, അതായത് നമ്മൾ ആ ഫണ്ടിന്റെ നെയിമിൽ FOF എന്ന് കാണുകയാണെങ്കിൽ അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം ഈ ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നത് വേറെ ഫണ്ടുകളിലാണ്. അതായത് ഈ ഫണ്ടിലെ ഇൻവെസ്റ്റ്മെന്റ്സ് പോകുന്നത് ഡയറക്റ്റ് ആയിട്ട് ബോൺസ് മേടിക്കാനോ അല്ലെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് കമ്പനിയുടെ സ്റ്റോക്ക് മേടിക്കാനോ ആയിരിക്കില്ല. ഈ ഫണ്ട്സ് ഇൻവെസ്റ്റ് ചെയ്യുന്നത് വേറെ ഫണ്ട്സിലേക്കാണ്. അപ്പോൾ FOFന്റെ ഫുൾ ഫോം എന്ന് പറയുന്നത് തന്നെ ഫണ്ട് ഓഫ് ഫണ്ട്സ് എന്നാണ്. അപ്പോൾ ഇത് ഇൻവെസ്റ്റ് ചെയ്യുന്നത് ഇപ്പോൾ കൂടുതലും ഇത് നമ്മൾ കണ്ടുവരുന്നത് ഇന്റർനാഷണൽ ഫണ്ട്സിലേക്കുള്ള ഇൻവെസ്റ്റ്മെന്റ് ആയിരിക്കും. ഇപ്പോൾ അല്ലെങ്കിൽ ഇതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഗ്ലോബൽ എക്സ്പോഷർ ഉള്ള ഫണ്ട്സിലേക്കായിരിക്കും. അപ്പോൾ ആ ഫണ്ട് ഇൻവെസ്റ്റേഴ്സിന്റെ കയ്യിൽ നിന്ന് ഫണ്ട്സ് പൂൾ ചെയ്തിട്ട് ആ പൂൾഡ് മണി എടുത്ത് വേറെ ലൈക്ക് അസറ്റ് മാനേജ്മെന്റ് കമ്പനിയുടെ ഫണ്ട്സിലേക്കായിരിക്കും അത് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. നമ്മളിപ്പോൾ ഉള്ള റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സ് മ്യൂച്വൽ ഫണ്ട്സിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ട 2 ടേംസ് ഉണ്ട്. അതായത് ഇപ്പോൾ നമ്മൾ ഒരു ഫണ്ടിന്റെ നെയിം നോക്കുമ്പോൾ അതിൽ റെഗുലർ അല്ലെങ്കിൽ ഡയറക്റ്റ് എന്നുള്ള വാക്കുകൾ കാണാം. റെഗുലർ എന്നുള്ള മ്യൂച്വൽ ഫണ്ടിലാണെങ്കിൽ നമുക്ക് വിൽക്കുന്ന ആൾക്ക് ഒരു കമ്മീഷൻ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന എമൗണ്ടിൽ നിന്ന് തന്നെ കൊടുക്കേണ്ടി വരും. ഡയറക്റ്റ് ആണെങ്കിൽ ഈ ഒരു സെയിൽസ്മാൻ ഉള്ള ഒരു കമ്മീഷൻ അതിലുണ്ടാവത്തില്ല. ഇപ്പോൾ നമ്മളൊരു മ്യൂച്വൽ ഫണ്ട് ഏജന്റിന്റെ അടുത്ത് പോയി, അല്ലെങ്കിൽ നമ്മൾ പോകുന്ന ഒരു ബാങ്കിൽ, ഇപ്പോൾ SBI പോലെ HDFC പോലുള്ള ബാങ്കുകളിൽ ചെന്ന് അവിടെ നിന്നാണ് നമ്മൾ മ്യൂച്വൽ ഫണ്ട് നമ്മൾ ഓപ്റ്റ് ചെയ്യുന്നതെങ്കിൽ അത് നമുക്ക് റെഗുലർ പ്ലാൻസ് ആയിരിക്കും നമുക്ക് ചൂസ് ചെയ്യാനായിട്ടുള്ള ഒരു ഓപ്ഷൻ ഉള്ളൂ. അവിടെ നമുക്ക് ഡയറക്റ്റ് പ്ലാൻസ് ചൂസ് ചെയ്യാനായിട്ട് പറ്റില്ല. റെഗുലർ പ്ലാൻസ് ചൂസ് ചെയ്യുമ്പോൾ അതിൽ നമുക്ക് സെല്ല് ചെയ്യുന്ന ആർക്കാണോ ആ ആൾക്ക് ഒരു കമ്മീഷൻ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന ആ എമൗണ്ടിൽ നിന്ന് കൊടുക്കേണ്ടിയായിട്ട് വരും. അപ്പോൾ ഇത് നമ്മുടെ ഒരു ലോങ് ടേം റിട്ടേണിനെ നമുക്ക് ബാധിക്കും. ലോങ് ടേമിൽ ആ ഒരു കമ്മീഷനും കൂടി പോകുന്നത് കൊണ്ട് നമുക്കിപ്പോൾ സെയിം റിട്ടേൺസ് കിട്ടിയാൽ തന്നെ നമുക്ക് ഒരു ലാക്സിൻ്റെ ഒക്കെ വ്യത്യാസം ചിലപ്പം നമ്മുടെ ഒരു മെച്യൂരിറ്റി എമൗണ്ടിൽ നിന്ന് നമുക്കൊരു വ്യത്യാസം ഉണ്ടാവും. ഈ ഒരു എക്സ്പെൻസ് റേഷ്യോ കൂടുന്നത്, ഈ ഒരു കമ്മീഷൻ ചാർജ് നമ്മൾ കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് എപ്പോഴും നമ്മളൊരു ഡയറക്റ്റ് ഫണ്ട് ഓപ്റ്റ് ചെയ്യാനായിരിക്കണം നമ്മൾ നോക്കേണ്ടത്. ഇപ്പോൾ നമ്മൾ ഗ്രോ പോലുള്ള അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഏതെങ്കിലും ഒരു ഇൻവെസ്റ്റ്മെന്റ് പ്ലാറ്റ്ഫോമിലേക്ക് പോവുകയാണെങ്കിൽ, ഫ്രീ ആയിട്ട് നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന നമുക്ക് പ്ലാറ്റ്ഫോമിലേക്ക് പോവുകയാണെങ്കിൽ അവിടെ നമുക്ക് ഡയറക്റ്റ് പ്ലാൻസ് ചൂസ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഡയറക്റ്റ് പ്ലാൻസിൽ ഇതേപോലെയുള്ള കമ്മീഷൻ ഇല്ല, എക്സ്പെൻസ് റേഷ്യോ കുറവാണ്. അതുകൊണ്ട് തന്നെ ലോങ് ടേമിൽ നമുക്ക് റിട്ടേൺസും കൂടുതലായിരിക്കും. അപ്പോൾ നമ്മളിപ്പോൾ റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സ് മസ്റ്റ് ആയിട്ടും ഡയറക്റ്റ് പ്ലാൻസ് തന്നെ ഓപ്റ്റ് ചെയ്യാനായിട്ട് നോക്കുക. കാരണം നമ്മൾ ഈ ഒരു കാലഘട്ടത്തിൽ ഇപ്പോൾ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ബാങ്കിൽ പോയി ചെയ്യേണ്ട ആവശ്യമില്ല. ഏജൻസിനെ വിളിച്ച് അവരുടെ കൂടെ നമുക്ക് ചെയ്യേണ്ട, കാരണം നമുക്ക് ഡയറക്റ്റ് ആയിട്ട് തന്നെ ചെയ്യാം. എല്ലാം നമുക്ക് ഓൺലൈൻ ആയിട്ട് ചെയ്യാം, റൈറ്റ്?
അപ്പോൾ അതുകൊണ്ട് എന്തായാലും ഈ ഒരു കമ്മീഷൻ നമ്മൾ കൊടുക്കേണ്ട ആവശ്യമില്ല. ഡയറക്റ്റ് ആയിട്ടുള്ള പ്ലാൻസ് തന്നെ ചൂസ് ചെയ്യുക. സോ ഇത്രയാണ് എനിക്ക് ഈ വീഡിയോയിൽ പറയാനുള്ളത്. അപ്പം നമ്മളൊരു മ്യൂച്വൽ ഫണ്ട്സിന്റെ പേരുകൾ കാണുമ്പോൾ തന്നെ അതിൽ നിന്ന് തന്നെ നമുക്ക് ഒത്തിരി കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. ഇത് ഇക്വിറ്റി ആണോ, ബോണ്ടിലേക്കാണോ ഇൻവെസ്റ്റ് ചെയ്യുന്നത്, ഷോർട്ട് ടേം ആണോ, ലോങ് ടേം ആണോ, ഹൈബ്രിഡ് ആണോ, ബാലൻസ്ഡ് ആണോ, അങ്ങനെ ഒത്തിരി അധികം കാര്യങ്ങൾ, ഒത്തിരി ഒരു ഫണ്ടിനെ പറ്റിയിട്ടുള്ള പല കാര്യങ്ങളും നമുക്ക് ആ ഒരു ഫണ്ടിന്റെ പേര് കണ്ടാൽ തന്നെ നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട് പറ്റും. അപ്പോൾ ഈ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞ് എല്ലാവർക്കും ഇനി ഒരു മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ്മെന്റിലേക്ക് മൂവ് ചെയ്യുമ്പോൾ ആ ഒരു ഫണ്ടിന്റെ പേര് കാണുമ്പോൾ തന്നെ കുറെ കാര്യങ്ങളൊക്കെ ഇതിൽ നിന്ന് ഇനി അത് കാണുമ്പോൾ മനസ്സിലാകും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ ഈ വീഡിയോയിൽ നിന്ന് നിങ്ങൾക്ക് ഒരു വാല്യൂ കിട്ടിയിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൺസിഡർ ചെയ്യുക. സോ ലേൺ, ബി സ്മാർട്ട് ആൻഡ് ബി ഫിനാൻഷ്യലി ഫ്രീ.